ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മാർക്കറ്റ് ഇന്നിങ്ങനെ സമാപിച്ചു എന്നുള്ളത് നോക്കാം. സോ നിഫ്റ്റി ഇന്നൊരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പ് അപ്പ് ആണ് മോർണിംഗ് കാണിച്ചത്. പിന്നെ ശേഷം ഫുൾ സൈഡ് വേസ് ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ആയി. കാരണം ക്ലോസിനേക്കാൾ മുകളിൽ ഓപ്പൺ ആയതുകൊണ്ട് കുറച്ച് ഗ്രീൻ ക്യാൻഡിൽ വന്നു എന്ന് മാത്രം. ബട്ട് ഇൻഡിസിഷൻ ക്യാൻഡിൽ തന്നെ, അതുകൊണ്ട് സൈഡ് വേസ് തുടരാനുള്ള സാധ്യതയാണ് കൂടുതലും. ദെൻ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ നല്ല വീക്കായിരുന്നു. പിന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാലും പിന്നെ ഡൗൺ ഭയങ്കര ക്ലോസിൽ ഒത്തിരി ഡൗൺ ആയിട്ടാണ് പോയത്. അപ്പം അതുകൊണ്ട് ഇനിയും ഡൗൺ ട്രെൻഡ് തുടരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, നിഫ്റ്റി 21,600 എബവ് ക്ലോസ് ആയിട്ടുണ്ട്. നിഫ്റ്റി 50 ആൻഡ് സെൻസസ് 71,680. ബാങ്ക് നിഫ്റ്റി 45,701. ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് ONGC, ബിഗ്ഗസ്റ്റ് ലൂസർ ആയത് ഇൻഡസ് ഇന്ത്യ ബാങ്ക്. നല്ല പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഇൻഫ്രാ സെക്ടർ ആകുന്നു. വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ബാങ്ക് സെക്ടർ. ഓക്കെ, സോ ഇതിൽ നമുക്ക് എടുത്ത് പറയേണ്ട സ്റ്റോക്കുകൾ, ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ ഞാൻ സൺഡേ വീഡിയോയിൽ പറഞ്ഞ റെയിൽവേ സ്റ്റോക്കിലെല്ലാം നല്ല ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. അതിൽ RVNL ടാർഗറ്റ് ഹിറ്റാണ് 291. ഓക്കെ, 291 ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റാണ്. അതുപോലെ IRFC ടാർഗറ്റ് ഹിറ്റാണ്. റെയിൽടെൽ നല്ലൊരു സ്റ്റോക്ക്, റെയിൽടെലും നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 387. നെക്സ്റ്റ് 450ലേക്ക് പോകും. അതുപോലെ റൈറ്റ്സ്, IRCTC എല്ലാം നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ദെൻ ഇർക്കോൺ ഇൻ്റർനാഷണൽ വേഗം തന്നെ ടാർഗറ്റിലേക്ക് വരുന്നു, 228. ഇനി 300ലേക്ക് പോകുന്നതായിരിക്കും. ദെൻ ഹുഡ്കോ, ഇതെല്ലാം ടോപ്പ് ഗെയിനേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലാണ് വന്നിരിക്കുന്നത്. ദെൻ NIACIL 243 എത്തി. ഇനി 320 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 350 വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ ധനലക്ഷ്മി ബാങ്ക് ഇന്ന് ഫ്രീസായി. സോ എന്നാലും 50 റുപ്പീസ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ NBCC ഒക്കെ നല്ല ടോപ്പ് ഗെയിനർ ലിസ്റ്റിൽ വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ്. മാർക്കറ്റ് ഇങ്ങനെ ആയാലും സൈഡ് വേസ് പോയാലും നല്ല ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. JK പേപ്പർ ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. അതുപോലെ ഇൻ്റലക്ട് ഡിസൈൻ അരീന ടാർഗറ്റ് ഹിറ്റായി. ദെൻ HFCL 88 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു, 100 വരെ പോയി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലാണ്. അപ്പോൾ ഇനി ഏതൊക്കെ സ്റ്റോക്കുകൾ അവോയ്ഡ് ചെയ്യണം അതാദ്യം നമുക്ക് നോക്കാം. അതായത് ഏകദേശം ഒരു 26% വരെ പ്രൈസ് ഡ്രോപ്പ് വന്ന സ്റ്റോക്കിലാണ്. എന്തുകൊണ്ട് ആ ഒരു സ്റ്റോക്കുകൾ അവോയ്ഡ് ചെയ്യണം എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് കോൾഗേറ്റ് പോമൽ 2490 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സെൽ ടാർഗറ്റ് 1850 ആണ്. 26% പ്രൈസ് ഡ്രോപ്പ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ കാരണം ഈ സ്റ്റോക്കിൻ്റെ സെയിൽസ് അത്ര മുകളിലോട്ട് പോകുന്നില്ല, സെയിൽസ് നോട്ട് ഗ്രോയിങ്, അതാണ് അതിൻ്റെ മേജറായിട്ടുള്ള ഒരു റീസൺ. ഓക്കെ, ദെൻ സെക്കൻഡ് വരുന്നത് ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സ് 532 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 400 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 20% പ്രൈസ് ഫോൾ എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു സ്റ്റോക്കിൽ. MK ഗ്ലോബലാണ് സെൽ റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന സ്റ്റോക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പ്രൈസ് ഫോൾ നടക്കാൻ സാധ്യത? പ്രൈസ് കുറച്ച് ഈ ഒരു സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണ്, വാല്യുവേഷൻ ഓവർ വാല്യൂഡ് ആണ് PE റേഷ്യോ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. സോ ഈ രണ്ട് സ്റ്റോക്കിൽ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ എങ്ങനെ പെർഫോം ചെയ്തു നോക്കാം.
അതിന് മുന്നേ സുസ്ലോൺ എനർജിയുടെ കാര്യം പറയണം. അപ്പോൾ ഇതൊരു ബേബി സ്റ്റോക്കാണ്. നേരത്തെ 7 റുപ്പീസിലുണ്ടായിരുന്ന സ്റ്റോക്കാണ്. സൂൺ ഈ ഒരു സ്റ്റോക്ക് 54 റുപ്പീസ് ആകും നിയർ ഫ്യൂച്ചറിൽ. ഓക്കെ, അതിൽ ഒരു ഡൗട്ടും വേണ്ട. കാരണം ഈ ഒരു സ്റ്റോക്ക് ക്യാപിറ്റൽ ഗുഡ്സ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൽ 5th പ്ലേസിൽ വരുന്നു. 7 റുപ്പീസിൽ നിന്ന് 54 റുപ്പീസിലേക്ക് പോകും. ആൻഡ് 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 345 ആണ് 1 ഇയറിൽ ഗെയിൻ ചെയ്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുക, 37 വയ്ക്കുക. നല്ല മൂവബിൾ ആവാൻ സാധ്യതയുള്ള ഒരു ബേബി സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിയാറ്റ് ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ 2214 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ ഇനി നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 2800 ആണ്. ഓക്കെ, ഈ സ്റ്റോക്കിലൊക്കെ ഇന്ന് അധികം ബ്രേക്കൗട്ട് തന്നെന്ന് പറയാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് ഇന്ന് കുറച്ചൊരു സൈഡ് വേസ് പോയതുകൊണ്ട് ഇനി ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 2 വീക്സിൽ മിക്കവാറും പറഞ്ഞ ടാർഗറ്റ് വരുന്നതായിരിക്കും. ദെൻ PSB പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് 45 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 60 റുപ്പീസ് എന്തായാലും എത്തും. കാരണം ഈ ഒരു സ്റ്റോക്കും IRFC ധനലക്ഷ്മി ബാങ്ക് പോലത്തെ സ്റ്റോക്കാണ്. സോ 31% ഉയരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നല്ല ബ്രേക്ക്ഔട്ടിന് സാധ്യതയുണ്ട്. അതുപോലെ യൂക്കോ ബാങ്ക് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ്. 50 റുപ്പീസ് ടാർഗറ്റ് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ദെൻ സെറാ സാനിറ്ററി വെയർ 8170 റുപ്പീസിൽ ട്രേഡ് ചെയ്ത് 9700 വരെയൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. 20% റിട്ടേൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇതും 2 വീക്സ് ടു 1 മന്ത് ആണ് ടാർഗറ്റ്. അതിനുള്ള അച്ചീവ് ചെയ്യാനുള്ള സാധ്യത. ടൈം ഫ്രെയിം ചെക്ക് ചെയ്യുക. ദെൻ പ്രിസം ജോൺസൺ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ 183 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2 വീക്സിനുള്ളിൽ 200-216 ആ ഒരു ടാർഗറ്റിൽ തീർച്ചയായിട്ടും റീച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഡിസ്ക്ലൈമർ പറയുന്നു, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. സോ നിങ്ങളും കൂടി എന്ത് ചെയ്യുക, പറയുന്ന സ്റ്റോക്കുകൾ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് RIC ലിമിറ്റഡ് 452 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ ബ്രേക്ക്ഔട്ടും ട്രയാങ്കിൾ പാറ്റേണും ഫോം ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇനി നല്ല ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുണ്ട്. 555 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 600 വരെ ടാർഗറ്റ് പോകും. ഒരു 32% വരെ റിട്ടേൺസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വരുൺ ബിവറേജസ് 1267 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1600 വരെ പോകാൻ സാധ്യതയുണ്ട്. ബിവറേജസ് ഇൻഡസ്ട്രിയിൽ കീ പ്ലെയർ, ലാർജസ്റ്റ് പ്ലെയർ ആണ്. സോ തീർച്ചയായിട്ടും വരുൺ ബിവറേജസ് നല്ല ഗ്രോത്ത് ഉണ്ട്. 21% പ്രോഫിറ്റ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ സെറാ സാനിറ്ററി വെയർ നേരത്തെ പറഞ്ഞതുപോലെ 20% റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആസ്ട്രൽ, ഇപ്പോൾ സെറാ സാനിറ്ററി വെയർ ഒന്നുകൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇത് കറൻ്റ്ലി 8170 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 8283 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 9787 വരെ പോകാൻ സാധ്യതയുണ്ട്. 20% റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ MOIL ലിമിറ്റഡ് 333 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 400 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. 21% ആണ് റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ആസ്ട്രൽ, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ആസ്ട്രൽ 1851 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1860 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 2000 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ 7 to 8% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ളത് തിങ്കളാഴ്ച എന്നുകൂടി നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. സോ ദാറ്റ് മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിട്ടിരിക്കും. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, അതുപോലെ ക്രൂഡ് ഓയിൽ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.